ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കണ്ണുനീരാണ് അവിടെ വീഴുന്നത്. യേശുവിന് അവനെ ഇഷ്ടമല്ല. ആ ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ അവർ ചെയ്യുന്നത് ഇത്രയും നാൾ കാത്തിരുന്നു. എൻ്റെ കൈയും മറ്റുള്ളവരുടെ പോലെ തന്നെ അധ്വാനിക്കുന്നൊരു കൈയായിട്ട് മാറാൻ, എനിക്ക് മറ്റുള്ളവരെ പോലെ കരങ്ങൾ ഉള്ള ഒരു കരങ്ങളായിട്ട് കിട്ടാൻ ആ മകൻ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിനെയാണ്, ആ ആഗ്രഹത്തെയാണ് അവർ തടസ്സപ്പെടുത്തുന്നത്. ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? മറ്റുള്ളവരുടെ സന്തോഷം നമ്മൾ കാരണം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ സ്വാർത്ഥത, അഹങ്കാരം, പിടിവാശി നമ്മൾ കാരണം ഒരിക്കലും ആരുടെയും സന്തോഷങ്ങൾ കളങ്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറരുത്. നമ്മളൊന്ന് വാശി പിടിക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ അനുവദിക്കാതിരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഇതേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധം പിടിക്കുന്നതാകാം. ഇതൊക്കെ കുടുംബത്തില്, സമൂഹത്തില് സമാധാനം നഷ്ടപ്പെടുകയാണ്, സന്തോഷം നഷ്ടപ്പെടുകയാണ്. ഒരു തിരുനാളാഘോഷം നടക്കുന്നു, എനിക്ക് തന്നില്ല എന്ന പേരിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുക. എന്താ ഉണ്ടാകുന്നത്? ആ പിണക്കം മതി ആ തിരുനാളിൻ്റെ ആ സന്തോഷം നഷ്ടപ്പെടുക. അങ്ങനെ നമ്മൾ കാരണം ആരുടെയും സന്തോഷം നഷ്ടപ്പെടരുത്. ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ അവർക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അവർ മനുഷ്യരാണ്, അത് നമുക്ക് ബോധ്യമുണ്ടാകണം. എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ നമുക്ക് പറ്റണമെന്നുള്ളതാണ്. അപരൻ്റെ ചെരുപ്പിട്ട് 1 മൈൽ ദൂരം നടന്നാലാണ് അവൻ്റെ കാലിൻ്റെ വേദന നമുക്ക് മനസ്സിലാകുന്നത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നമുക്കത് മനസ്സിലാകണമെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ കുറച്ച് സമയം ശാന്തമായിട്ടിരുന്നാലാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ കുറച്ച് നേരം നടന്നാലാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പുറമേ നിന്ന് ആരെയും നമ്മൾ വിഡ്ഢിയെന്നും അതുപോലെ തന്നെ കഴിവില്ലാത്തവനെന്നും പരിഹസിക്കാതിരിക്കുക. അപരൻ്റെ വേദന മനസ്സിലാക്കുക, ആരുടെയും സന്തോഷം നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് മാറാതിരിക്കുക. പ്രാർത്ഥിക്കാം.